നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗ തെരഞ്ഞെടുപ്പിൽ പരസ്പര സഹായം. LDF UDF അംഗങ്ങൾ പരസ്പരം വോട്ട് ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ള. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണമെന്ന് യൂത്ത് കോൺഗ്രസ്. കോട്ടയത്ത് പ്രതിഷേധത്തിൽ സംഘർഷം. ചേർപ്പുങ്കൽ ഹൈവേ ജംഗ്ഷനിൽ അപകടം പതിവായി. ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. ഗതാഗത നിയന്ത്രണ സംവിധാനം വേണമെന്ന് ആവശ്യം. വെട്ടിക്കാട്ട് ശ്രീ ധർമ്മശാസ്താവിന് തിരുവാറാട്ട്. ചിറക്കടവ് ക്ഷേത്രച്ചിറയിൽ ഭഗവാൻ ആറാടി. വിശ്വാസത്തോടെ ഭക്തർ. വാർത്തകൾ വിശദമായി. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ ഈ മാസം 12-ന് തെരഞ്ഞെടുക്കും. രാവിലെ പഞ്ചായത്തിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്തു. LDF UDF അംഗങ്ങൾ പരസ്പരം വോട്ട് ചെയ്ത് സഹായിച്ചതായി BJP ആക്ഷേപം. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഈ മാസം 12-ന് നടക്കും. ഇന്ന് ചേർന്ന യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്തു. LDF UDF അംഗങ്ങൾ പരസ്പരം വോട്ട് ചെയ്ത് സഹായിച്ചതായി BJP പറയുന്നു. LDF-ന് 11 അംഗങ്ങളും UDF-ന് 3 അംഗങ്ങളുമാണ് പഞ്ചായത്തിലുള്ളത്. വോട്ടെടുപ്പിന് ശേഷം LDF-നും UDF-നും 14 വോട്ടുകൾ വീതം ലഭിച്ചു. മോളിക്കുട്ടി തോമസിനെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ത്രേസ്യാമ്മ നല്ലേപ്പറമ്പിൽ, KK സന്തോഷ് കുമാർ, സുമിത M മോഹൻ, സൗമ്യ പ്രസാദ്, വിഷ്ണു S നായർ എന്നിവരാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഷാലിജ സുന്ദരേശൻ, അഭിലാഷ് ബാബു, MG വിനോദ്, ആന്റണി മാർട്ടിൻ, ലത ശ്രീകുമാർ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി ലേഖ സാബു, ഗോപാലൻ, രേഖ ഡോൺ, സേതു മാന്താടൻ, ഗൗതം ബാലചന്ദ്രൻ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഷാക്കി സജീവ്, സുബിത ബിനോയ്, ജയകൃഷ്ണൻ VG, മോഹൻകുമാർ, ഉഷ ശ്രീകുമാർ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് TN ഗിരീഷ് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോട്ടയത്ത് മാർച്ച് നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് സംഘർഷത്തിലെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാരുടെ പങ്ക് പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. ഓഫീസിന്റെ കോമ്പൗണ്ടിലേക്ക് മതിൽ ചാടി കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കവും ഉന്തും തള്ളും ഉണ്ടായി. തുടർന്ന് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, ദേവസ്വം മന്ത്രിയായിട്ടുള്ള VN വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുവാനുള്ളത് എന്ന് കേരളീയ സമൂഹത്തിന് അറിയുവാൻ താല്പര്യമുണ്ട്. അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്റെ കാലഘട്ടത്തിലല്ല, അത് കടകംപള്ളി സുരേന്ദ്രന്റെ കാലഘട്ടത്തിലാണ് വളരെ ബോധപൂർവം പറയുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ എന്ന് ഈ കേരളീയ സമൂഹത്തിന് അറിയുവാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഒരു മന്ത്രിയായിട്ട് ഇരിക്കുവാനാണോ VN വാസവൻ കേരളത്തിന്റെ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? എന്താണ് ഈ ശബരിമലയിൽ ഉണ്ടായത്? ഈ ഗവൺമെന്റ് പിടിപ്പുകേട് കൊണ്ട് മാത്രമല്ല, വളരെ ബോധപൂർവം ഞങ്ങൾ ഉത്തരവാദിത്തോടുകൂടി തന്നെ പറയുന്നു, ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി നടന്ന കളവാണ് ഇത് എന്ന് വലിയ ഉത്തരവാദിത്തോടുകൂടി ഞങ്ങൾ പറയുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് ഗൗരി ശങ്കർ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചേർപ്പുങ്കൽ ഹൈവേയിൽ അപകടം പതിവാകുന്നു. ഇന്നലെയുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഗതാഗത നിയന്ത്രണത്തിന് മാർഗങ്ങളില്ലാത്തത് അപകടം ഒരുക്കുന്നത് കാരണമാകുന്നുണ്ട്. ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ ചേർപ്പുങ്കൽ ഹൈവേ ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഡ്രൈവറെ ചേർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തീർത്ഥാടക കേന്ദ്രമായ ചേർപ്പുങ്കൽ ഫെർണോപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂൾ, പഴയ റോഡ് എന്നിവിടങ്ങളിലേക്ക് തിരിയുന്നതും ചേർപ്പുങ്കൽ ഹൈവേയിലാണ്. ആശുപത്രിയിലേക്ക് ആംബുലൻസ് വരുന്നതും ഈ വഴി തന്നെ. കൊഴുവനാൽ വഴി പള്ളിക്കത്തോട്, കുഴുവൻകുളം, കൊടുങ്ങൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകളും ചേർപ്പുങ്കൽ ഹൈവേ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് പാലം വഴിയാണ് പോകുന്നത്. ഇവിടുത്തെ ഗതാഗത കുരുക്കും അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഗതാഗത നിയന്ത്രണത്തിന് മാർഗങ്ങൾ ഇല്ലാത്തതും ചേർപ്പുങ്കൽ പാലം കടന്നെത്തി പ്രധാന റോഡിലേക്ക് കയറുന്ന വാഹനങ്ങൾക്ക് പാലാഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത വിധം റോഡിൽ മറവുള്ളതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഹൈവേ ജംഗ്ഷൻ വീതി കൂട്ടി റൗണ്ടാന സ്ഥാപിച്ച സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, പാല.
വാഴൂർ വെട്ടിക്കാട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭഗവാന്റെ തിരുവാറാട്ട് നടന്നു. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രച്ചിറയിലായിരുന്നു ആറാട്ട്. വാഴൂർ വെട്ടിക്കാട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന്റെ ഭാഗമായി ഭഗവാന്റെ തിരുവാറാട്ട് നടന്നു. രാവിലെ ആറാട്ട് ബലിക്ക് ശേഷം ഭഗവാൻ തിരുവാറാട്ടിനായി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. ചെന്നാക്കുന്ന്, പ്ലാവോലിക്കവല, മറ്റത്തിൽപ്പടി തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയാണ് ആറാട്ടിനായി ഭഗവാൻ പുറപ്പെട്ടത്. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രച്ചിറയിൽ ഭഗവാൻ ആറാടി. തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി കാട്ടുകുന്നേൽ ഇല്ലം KN അനിൽ നമ്പൂതിരി എന്നിവർ ആറാട്ട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തരും പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സഹകരണ മേഖല കാലോചിതമായ വളർച്ചയുടെ വഴിയിലെന്ന് സഹകരണ മന്ത്രി VN വാസവൻ. കോട്ടയത്ത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ സഹകരണ മേഖല കാലത്തിന്റെ മാറ്റത്തിനൊത്ത് പുത്തൻ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി വളരുകയാണെന്ന് സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ സഹകരണ മേഖലയിലെ ആകെ നിക്ഷേപത്തിന്റെ 71% കേരളത്തിലെ സംഘങ്ങളുടേതാണ്. സഹകരണ മേഖലയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന നീക്കങ്ങളെ അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇനിമേലിൽ MRFും അതുപോലെ റിസ്ക് ഫണ്ട് നിങ്ങൾക്കറിയാം, ഒരാൾ വായ്പ എടുത്താൽ വായ്പ എടുക്കുന്നയാൾ ഗുരുതരമായ രോഗം ബാധിച്ചാൽ 1.25 ലക്ഷം രൂപ ചികിത്സാ സഹായം. മറ്റൊന്ന്, ഒരു വായ്പ എടുക്കുന്ന ഒരാൾ വായ്പ എടുത്തു കഴിഞ്ഞ് മരണമടഞ്ഞാൽ 3 ലക്ഷം രൂപ 70 വയസ്സിൽ താഴെയുള്ളവർക്ക് കൊടുക്കുന്ന റിസ്ക് ഫണ്ട് സ്കീം. ഈ സ്കീം എല്ലാം ഇനിമേലിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയുന്ന തീരുമാനം തൃശ്ശൂരിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി ഒരു ആപ്പും തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇനിമേലിൽ MRF, മെമ്പർ റിലീഫ് ഫണ്ടും അതുപോലെ ഇക്കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ഓരോ 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ഗുണഭോക്താക്കൾക്ക് അത് കിട്ടിത്തുടങ്ങുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് പുതിയതായി ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യങ്ങൾ. വാരാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രസംഗ, പ്രബന്ധ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്തു. കോട്ടയം SPCS ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം KM രാധാകൃഷ്ണൻ അധ്യക്ഷനായി. കാഞ്ഞിരപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ, നഗരസഭാ കൌൺസിലർ CN സത്യനേശൻ, സഹകരണ സംഘം ഡെപ്യൂട്ടി രജിസ്ട്രാർ KP ഉണ്ണികൃഷ്ണൻ നായർ, സഹകരണ ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ ജയമ്മ പോൾ, ഡെപ്യൂട്ടി രജിസ്ട്രാർ KC വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ കാളകെട്ടി ശിവപാർവതി ക്ഷേത്രത്തിൽ തീർത്ഥാടകരുടെ പ്രവാഹം. കാനനപാതയിലൂടെ നടന്ന് ശബരിമലയിലേക്ക് പോകുന്നവർ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ കാളകെട്ടി ക്ഷേത്രത്തിലെത്തി ഭഗവാനെ തൊഴുത് വിശ്രമിച്ചാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളങ്ങളിലൊന്നാണ് കാളകെട്ടി ശിവപാർവതി ക്ഷേത്രം. എരുമേലിയിൽ നിന്നും കാനനപാത വഴി നടന്നുപോകുന്ന അയ്യപ്പ ഭക്തർ കാളകെട്ടി ക്ഷേത്രത്തിലെത്തി ശിവപാർവതിമാരെ വന്ദിച്ച് വിശ്രമിച്ച ശേഷമാണ് പമ്പയിലേക്ക് പോകുന്നത്. ശ്രീ അയ്യപ്പൻ എരുമേലിയിലെത്തി മഹിഷി നിഗ്രഹം കഴിഞ്ഞ് വിശ്രമിക്കെ ഇവിടെ എത്തിയ ശ്രീ മഹാദേവൻ തന്റെ വാഹനമായ കാളയെ കെട്ടിയ സ്ഥലമാണ് കാളകെട്ടി എന്നറിയപ്പെടുന്നത്. ഇവിടെയുള്ള ആഞ്ഞിലി മരത്തിലാണ് ഭഗവാൻ കാളയെ കെട്ടിയത്. മലയാലയ മഹാസഭയുടെ ആധിപത്യത്തിലാണ് ക്ഷേത്രം. 8 കരകളാണ് കാളകെട്ടി ക്ഷേത്രത്തിന്റെ അധിപർ. മണ്ഡല മകരവിളക്ക് കാലത്താണ് ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കുന്നത്. എല്ലാ മലയാള മാസവും 3 ദിവസം ക്ഷേത്രനട തുറക്കും. മണ്ഡലകാലത്ത് ആയിരക്കണക്കിന് ഭക്തരാണ് കാളകെട്ടിയിലെത്തി വിരിവയ്ക്കുന്നത്. എരുമേലിയിൽ നിന്നും 14 കിലോമീറ്റർ ദൂരം വനത്തിലൂടെ സഞ്ചരിച്ചാണ് ഭക്തർ ഇവിടെ എത്തുന്നത്. കൂടാതെ പ്രധാന റോഡ് വഴി വാഹനങ്ങളിൽ എത്തുന്നവരും കാളകെട്ടിയിലെത്തിയ ശേഷമാണ് പമ്പയിലേക്ക് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. അമേരിക്കൻ കടന്നുകയറ്റത്തിനെതിരെ ഐപ്സോ പ്രതിഷേധ കൂട്ടായ്മ. കോട്ടയത്ത് ഗാന്ധി സ്ക്വയറിലായിരുന്നു പ്രതിഷേധം. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട വെനിസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ ഉടൻ മോചിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ലോകമാകെ നടക്കുന്ന ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി കേരളത്തിൽ 1000-ലധികം കേന്ദ്രങ്ങളിൽ അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതി പ്രതിഷേധ കൂട്ടായ്മകൾ നടത്തി. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഐപ്സോ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു ഉദ്ഘാടനം ചെയ്തു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയാണ് ട്രംപിനെ പോലെ ഒരു ഭ്രാന്തൻ ഭരണാധികാരിക്ക് സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ നേരെ അതിക്രമം നടത്താൻ സാഹചര്യമൊരുക്കിയതെന്ന് അഡ്വക്കേറ്റ് VB ബിനു പറഞ്ഞു. ഈ ധിക്കാരം കാണിച്ചതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 2 മണിക്ക് അങ്ങോട്ട് പോയി. ഇന്നലെ അദ്ദേഹം മിണ്ടിയില്ല. ഇന്ന് അദ്ദേഹം വളരെ ലഘുവായ, വളരെ മൈൽഡായ ഭാഷയിൽ അത് ശരിയായില്ല എന്നൊരു നിലപാടെടുക്കുന്നു.
മഹാത്മാഗാന്ധിയുടെ നാടാണ്. മഹാത്മാഗാന്ധിയുടെ ഈ പ്രതിമയ്ക്ക് മുമ്പിലാണ് നമ്മൾ ഈ സത്യാഗ്രഹം നടത്തുന്നത്. ലോക ജനതയ്ക്ക് മുമ്പിൽ സമാധാനത്തിന്റെ മുദ്രാവാക്യം. ലോക ജനതയുടെ ഇടയിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് ഏറ്റവും ശക്തമായി അറിയപ്പെടുന്ന മഹാത്മാഗാന്ധിയുടെ നാട് നരേന്ദ്രമോദിയുടെ നാടായി മാറിക്കഴിഞ്ഞപ്പോ ഉണ്ടായ മാറ്റമാണ് ഇവിടെ പ്രകടമായി നമ്മൾ കാണുന്നത്. സാമ്രാജ്യത്വത്തിന് അടിയറ വയ്ക്കുന്ന ഭരണാധികാരികൾ. ട്രംപിന്റെ കടന്നുകയറ്റത്തിനെതിരെ ഇന്ത്യൻ ഭരണാധികാരികൾ ശക്തമായ ഭാഷയിൽ പ്രതിഷേധിക്കാൻ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണെന്നും VB ബിനു പറഞ്ഞു. സംഗമത്തിൽ ഐപ്സോ സംസ്ഥാന കമ്മിറ്റി അംഗം അനിയൻ മാത്യു അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് CN സത്യനേശൻ, ഐപ്സോ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ശ്രീനിവാസൻ, ബൈജു വയലത്ത്, PK ആനന്ദക്കുട്ടൻ, അഡ്വക്കേറ്റ് ഷീജ അനിൽ, ജോജി പള്ളിക്കത്തോട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള യൂക്കോ ബാങ്കിന്റെ കേരള സോണിന് കീഴിൽ 64ാമത് ശാഖ പൊൻകുന്നത്ത് പ്രവർത്തനം തുടങ്ങി. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം സോണൽ മാനേജർ ഗജാനനൻ പ്രധാൻ അധ്യക്ഷനായി. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ, അഡ്വക്കേറ്റ് MS മോഹൻ, ബ്രാഞ്ച് മാനേജർ അഭിജിത്ത് K തുടങ്ങിയവർ പങ്കെടുത്തു. മാസ്റ്റേഴ്സ് ഗെയിംസ് അസോസിയേഷൻ തിരുവനന്തപുരത്ത് നടത്തിയ പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ കോട്ടയം ജില്ലയ്ക്കായി വെള്ളൂർ 7 മൈൽ വടക്കേക്കര വീട്ടിൽ സുനിത ചെറിയാൻ സ്വർണ്ണ മെഡൽ നേടി. വനിതകളുടെ 55+ കാറ്റഗറിയിൽ 69 കിലോ ബോഡി വെയ്റ്റ് വിഭാഗത്തിൽ മത്സരിച്ചാണ് സുനിത ചെറിയാൻ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗ തെരഞ്ഞെടുപ്പിൽ പരസ്പര സഹായം. LDF UDF അംഗങ്ങൾ പരസ്പരം വോട്ട് ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ള. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണമെന്ന് യൂത്ത് കോൺഗ്രസ്. കോട്ടയത്ത് പ്രതിഷേധത്തിൽ സംഘർഷം. ചേർപ്പുങ്കൽ ഹൈവേ ജംഗ്ഷനിൽ അപകടം പതിവായി. ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. ഗതാഗത നിയന്ത്രണ സംവിധാനം വേണമെന്ന് ആവശ്യം. വെട്ടിക്കാട്ട് ശ്രീ ധർമ്മശാസ്താവിന് തിരുവാറാട്ട്. ചിറക്കടവ് ക്ഷേത്രച്ചിറയിൽ ഭഗവാൻ ആറാടി. വിശ്വാസത്തോടെ ഭക്തർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.